Hello guys, so for fifth day of the vlog, life as a student in Georgia, international student, okay. Okay. നമുക്കിപ്പോൾ എന്താണ് ഞാനിപ്പോൾ പണിക്ക് പോകുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, സെം ബ്രേക്ക് നടക്കുവാണ് യൂണിവേഴ്സിറ്റിയിൽ, അതുകൊണ്ടാണ് പണിക്ക് പോകുന്നത് കാണിക്കുന്നത്. ഓക്കെ, സെം ബ്രേക്ക് മാർച്ച് വരെ ഉണ്ടെന്നാണ് കിട്ടിയ അറിവ്. മാർച്ചോ ഏപ്രിൽ ഫസ്റ്റ് വരെ പോകുന്നതാണ് അറിവ്. എക്സാം കഴിഞ്ഞ് വരുന്നൊരു ഗ്യാപ്പിനെയാണ് സെം ബ്രേക്ക് എന്ന് പറയുന്നത്. ഇവിടെ വിൻ്റർ ബ്രേക്ക് വാട്ടവർ അങ്ങനെയൊക്കെ പറയും. ഓക്കെ, ഞാനിനി പണിക്ക് പോകാൻ റെഡിയാവാം. സുഹൃത്തുക്കളെ, ഇവിടെ താമസിക്കുന്നിടത്ത് ഇവിടെയല്ല, തണുത്ത ക്ലൈമറ്റിൽ റിസൈഡ് ചെയ്യുന്ന ആരായാലും ഈ തലയിൽ വെളിച്ചെണ്ണ വാരി തേക്കുന്നത് പണി കിട്ടും. ലൈക്ക് ഞാൻ വീട്ടിൽ ഈ സാധനം കട്ട പിടിച്ചിരിക്കുമായിരുന്നു, ഞാനതിനെ ചൂടാക്കി തലയിൽ തേച്ചു. ഇപ്പോൾ ദാ ജെല്ല് തേച്ചാണ് കൈ. ഇവിടുത്തെ എനിക്ക് കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് കിട്ടുന്ന എൻക്വയറീസ് ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് നമ്മുടെ ഒരുപാട് പേര് ഇവിടെ വന്ന് പെട്ടുപോകുന്നുണ്ട്. സോ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വരുന്ന ഏജൻറ്റുമാരെ നോക്കി തന്നെ വരിക. ഓക്കെ, നിങ്ങളിപ്പോൾ അബ്രോഡ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നവർ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ അണ്ടറിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജൻറ്റുമാർ വഴി മാത്രം വരാൻ ശ്രമിക്കുക. അല്ലാതെ വന്ന് പെട്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് ചെയ്യാനും കുറേ കാലത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കേസ് ഫയൽ ചെയ്ത് TRC ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം അതിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് 9 ലക്ഷം എന്നൊക്കെ കേട്ടപ്പോഴേ ആർക്കായാലും കൗതുകം തോന്നിപ്പോവും. സർവീസ് ചാർജ് ആയിട്ട് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് പറ്റിച്ചു. കാര്യം TRC പോലും അവർ ചെയ്തു കൊടുത്തിട്ടില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലായിടത്തും മലയാളികൾ തന്നെ. പിന്നെ ഇതൊക്കെ പറയാൻ നിൽക്കുവാണെങ്കിൽ, എക്സ്പോസ് ചെയ്യാനൊക്കെ നിൽക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, പല കേസുകളും പുറത്തു വരും. പലതും വേണമെന്ന് വെച്ചാൽ ഞാനത് ചെയ്യുകയും ചെയ്യും. എനിക്കിവിടെ ഇത്രയും പേടിയില്ല. ആരെ പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം പെട്ടവർ നമുക്ക് രക്ഷിക്കാൻ പറ്റണം. ഇപ്പോൾ ഇന്ത്യൻ എംബസി പോയാലും അവർ ചോദിക്കുന്നത് എന്താ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ അണ്ടറിൽ ലിസ്റ്റഡ് അല്ലാത്ത ഏജൻറ്റുമാർ വഴി എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ അവിടെ കഴിഞ്ഞു നിങ്ങൾ. അത്രേ ഉള്ളൂ. ഇവിടുത്തെ ലൂപ്പ് ഹോൾ എന്താണെന്ന് വെച്ചാൽ, എമിറേറ്റ്സിൽ കൊണ്ടുപോയി എമിറേറ്റ്സ് ഐഡി ഉണ്ടാക്കിയിട്ട് അത് വെച്ചാൽ വരുന്നത്. ആൾക്കാരുടെ ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല. പേരുകളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ അടുത്തൊരു ഡീറ്റെയിൽഡ് എപ്പിസോഡായിട്ട് അത് വരുന്നുണ്ട്. എല്ലാവരെയും ഞാൻ പെടുത്തുന്നുണ്ട്, നോക്കിക്കോ.